നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മലയാള സിനിമയിൽ ഉയർന്ന വിവാദങ്ങളിലും താരസംഘടനയായ അമ്മയിലെ കൂട്ടരാജിയിലും വളരെ വൈകാരികമായിട്ടായിരുന്നു കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് മോഹൻലാലിന്റെ പ്രതികരണം. കേരള ക്രിക്കറ്റ് ലോഞ്ചിങ് നിർവഹിച്ച ശേഷം സംസാരിക്കവെയായിരുന്നു മോഹൻലാൽ വിവാദങ്ങളെക്കുറിച്ച് പ്രതികരിച്ചത്. അനാവശ്യ വിവാദങ്ങൾ ഉയർത്തുന്നതിന് പകരം മലയാള സിനിമയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് വേണ്ടതെന്നും പറയുന്നതായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണത്തിന്റെ അടിസ്ഥാനം. കൂടാതെ തന്റേത് ഒളിച്ചോട്ടമായിരുന്നില്ലെന്നും ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു അദ്ദേഹം. വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ പ്രതികരിക്കാനാവില്ലെന്ന മുൻകൂർ ജാമ്യവും എടുത്തിരുന്നു മോഹൻലാൽ. 1978 തിരുവനന്തപുരത്ത് തന്റെ വീടിന് മുന്നിൽ വെച്ചാണ് ആദ്യമായി അഭിനയിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം സംസാരം തുടങ്ങിയത് തന്നെ. അതിന് 47 വർഷങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്ത് വെച്ച് തന്നെ താൻ ഉൾപ്പെടുന്ന ഇൻഡസ്ട്രിയുടെ ദൗർഭാഗ്യമായ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇടവന്നതിൽ വല്ലാത്ത വിഷമമുണ്ടെന്നും അദ്ദേഹം ആമുഖമായി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം താരസംഘടനയിൽ വൻ വിവാദമാണ് ഉയർന്നത്. പുതിയ ജനറൽ സെക്രട്ടറി സിദ്ദിഖ്, ജോയിന്റ് സെക്രട്ടറി ബാബുരാജ്, MLA കൂടിയായ മുകേഷ്, ജയസൂര്യ, മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു എന്നിവർക്കെതിരെ ലൈംഗിക പീഡന പരാതികൾ ഉയർന്നിരുന്നു. തുടർന്ന് സിദ്ദിഖ് രാജിവെക്കുകയും കേസ് അന്വേഷണത്തെ നേരിടുകയുമായിരുന്നു. പിന്നാലെ ഈ വിഷയങ്ങളിൽ മോഹൻലാലും മമ്മൂട്ടിയും പ്രതികരിക്കണമെന്നും നിരന്തര ആവശ്യം ഉയർന്നിരുന്നു. പിന്നാലെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രസിഡന്റായ മോഹൻലാൽ ഉൾപ്പെടെ 17 പേരാണ് അമ്മ ഭരണസമിതിയിൽ നിന്നും രാജിവെക്കുകയും സമിതി പിരിച്ചുവിടുകയും ചെയ്തത്. ഈ സാഹചര്യം നിലനിൽക്കവേ ഇതാദ്യമായാണ് മോഹൻലാൽ പൊതുവേദിയിൽ പ്രതികരണവുമായി എത്തിയത്. ഇത്തരം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാനോ ആധികാരികമായി സംസാരിക്കാനോ അറിയില്ല. താൻ കഴിഞ്ഞ 47 വർഷമായി നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന ആളെന്നും ഒരിടത്തേക്കും ഒളിച്ചോടി പോയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഭാര്യ സുചിത്രയുടെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ആശുപത്രിയിലായിരിക്കുകയായിരുന്നു. കൂടാതെ താൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബെറോസിന്റെ അവസാനഘട്ട ജോലികൾ നടക്കുകയാണ്. വിദേശത്ത് നിന്നുള്ള സാങ്കേതിക വിദഗ്ധരെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ വെച്ചാണ് അതിന്റെ ജോലികൾ ചെയ്യുന്നത്. കരാർ പൂർത്തിയായി അവർക്ക് തിരിച്ചു പോവേണ്ടതാണ്. അതുകൊണ്ടാണ് അതെല്ലാം പെട്ടെന്ന് ഉപേക്ഷിച്ച് തിരിച്ചു വരാൻ കഴിയാതിരുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു. മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം അവസാനമായി പൊട്ടിത്തെറിക്കുകയുണ്ടായി. ചോദ്യങ്ങൾക്കൊന്നും മറുപടി വ്യക്തമായി പറയാതെ എല്ലാം കേസാണ്, കേസിന്റെ വഴിക്ക് നീങ്ങട്ടെ, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ, നിയമ നടപടികളുമായി മുന്നോട്ട് പോകട്ടെ, സർക്കാർ എന്താണെന്ന് വെച്ചാൽ അത് സർക്കാർ ചെയ്തുകൊള്ളും, താരസംഘടനയായ അമ്മയുടെ നേരെയും താരങ്ങൾക്ക് നേരെയും കുറ്റപ്പെടുത്താതിരിക്കുക. ഈ ഒരു അവസരത്തിൽ നിങ്ങളാണ് നമുക്കൊപ്പം നിൽക്കേണ്ടത്. എപ്പോഴും കാണുന്ന ഞങ്ങൾ എപ്പോഴാണ് അന്യരായി മാറിയത് എന്നുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു മോഹൻലാൽ. വളരെ വൈകാരികമായിട്ടായിരുന്നു അതിനിടയിലായിരുന്നു പൊട്ടിത്തെറിയും ഒക്കെ ഉണ്ടായത്. മോഹൻലാലിൻ്റെ ഈ ഒരു പ്രതികരണം സോഷ്യൽ മീഡിയയിൽ ഒരു ചോദ്യമായി തന്നെ ഉയരുകയാണ്. എന്തുകൊണ്ടാണ് മോഹൻലാൽ ഇത്തരം ഒരു അവസരത്തിൽ പൊതു ഇടത്ത് വെച്ച് തന്നെ പൊട്ടിത്തെറിച്ചു എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.